നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എഐയോട് ഒരു കാര്യം ചോദിച്ചിട്ട് അതെവിടെ നിന്നാണെന്നറിയാത്ത ഒരു മറുപടി തന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ ആ പ്രശ്നത്തിന്റെ എക്ദം ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അതിന് കാരണം കണ്ടെത്തും, അത് പരിഹരിക്കാനും പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറുമൊരു പ്രോംപ്റ്റ് യൂസർ എന്ന നിലയിൽ നിന്ന് ഒരു പ്രോംപ്റ്റ് ഡോക്ടറായി മാറാൻ പോവുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇതാണ്. ആദ്യം തന്നെ AI എന്തിനാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഊഹിച്ച് ഓരോന്ന് പറയുന്നതെന്ന് നോക്കും. പിന്നെ നമ്മുടെ പ്രോംപ്റ്റുകളിലെ അവ്യക്തത, അതായത് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കും. അതിനുശേഷം റെഡ് പെൻ മെത്തേഡ് എന്നൊരു കിടലൻ ടെക്നിക് ഉപയോഗിച്ച് ഈ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്തും. അവസാനം കൃത്യമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു പുതിയ കഴിവ്, ഒരു സൂപ്പർ പവർ തന്നെ നമ്മൾ സ്വന്തമാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മൾ വലിയ പ്രതീക്ഷയോടെ എഐയോടൊരു ചോദ്യം ചോദിക്കുന്നു, പക്ഷെ കിട്ടുന്ന ഉത്തരം നമ്മളെ ആകെ നിരാശപ്പെടുത്തും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. എനിക്ക് ഉറപ്പാണ്, നമ്മൾ എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കുന്നു, പക്ഷേ AI നമുക്ക് തിരിച്ചു തരുന്നതെന്താ? പൂർണ്ണമായും ഉണ്ടാക്കിയെടുത്തൊരു കഥ. ആ നിമിഷം നമ്മൾ ചിന്തിക്കും, ഹേ, ഞാൻ ചോദിച്ചതിൽ എന്തായിരുന്നു കുഴപ്പമെന്ന്? അപ്പോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AI നമ്മളോട് മനഃപൂർവ്വം കള്ളം പറയുകയല്ല, സത്യത്തിൽ അത് ഊഹിക്കുകയാണ്. എന്തിന്? കാരണം നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ അത്ര ക്ലിയർ അല്ലായിരുന്നു. ആ വിടവുകൾ നികത്താനാണ് അതിങ്ങനെ ഓരോന്ന് ഊഹിച്ചു പറയുന്നത്. ക്ലൗഡ് സ്ക്വിഡിൽ നിന്നുള്ള ഈ ഒരു വാചകം ശരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കാതലാണ്. ഇതിൽ പറയുന്നതെന്താന്ന് വെച്ചാൽ, എഐക്ക് ഒരു തെറ്റു പറ്റുമ്പോൾ ആ കുറ്റം എഐയുടേതല്ല, നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങളുടേതാണ്. അതെ, ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മുടെ നിർദ്ദേശങ്ങൾ എത്രത്തോളം വ്യക്തമാവുന്നോ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. സിമ്പിൾ. ഓക്കെ, അപ്പോൾ പ്രശ്നം നമ്മുടെ നിർദ്ദേശങ്ങളിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഡോക്ടർ രോഗലക്ഷണങ്ങൾ നോക്കി അസുഖം കണ്ടുപിടിക്കുന്നില്ലേ? അതുപോലെ നമുക്കും നമ്മുടെ പ്രോംപ്റ്റുകളെ പരിശോധിച്ച് അതിലെ പിഴവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പഠിക്കാം. അപ്പോ ഇന്ന് നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന പ്രധാന അസുഖത്തിന്റെ പേരാണ് അവ്യക്തത, ആംബിഗ്വിറ്റി. ഈ അസുഖമാണ് ഹാലൂസിനേഷൻ എന്ന് നമ്മൾ പറയുന്ന ആ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അതായത് AI ഇല്ലാത്ത കാര്യങ്ങൾ ശരിക്കും ഉള്ളതുപോലെ ഉണ്ടാക്കി പറയുന്ന ആ ഒരു അവസ്ഥ. ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഉദാഹരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയൂ എന്നു പറഞ്ഞാൽ AIക്ക് എന്തും ഊഹിക്കാം, അല്ലേ? പക്ഷേ വലതുവശത്തുള്ള പ്രോംപ്റ്റ് നോക്കൂ. ഉൽപ്പന്ന വിവരണം, SKU, വില എന്നിവ ലിസ്റ്റ് ചെയ്യുക. വളരെ കൃത്യമാണ്. അവിടെ ഊഹങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ അവ്യക്തതയ്ക്കുള്ള ഏറ്റവും നല്ല മരുന്നാണ് നിയന്ത്രണങ്ങൾ, അഥവാ കൺസ്ട്രെയിൻസ്. അതായത് AIക്ക് പ്രവർത്തിക്കാൻ നമ്മളൊരു അതിര് വരച്ചു കൊടുക്കുന്നു. ഉദാഹരണത്തിന്, ഒരു റേറ്റിംഗ് തരൂ എന്ന് വെറുതെ പറയുന്നതിന് പകരം 1നും 5നും ഇടയിലുള്ളൊരു റേറ്റിംഗ് തരൂ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണ്. ഇത് AI വഴിതെറ്റിപ്പോകാതെ നോക്കും. ഇനി അടുത്തത് ഫോൾ ബാക്കുകൾ. ഇതൊരു തരം സേഫ്റ്റി നെറ്റാണെന്ന് പറയാം. AI കെട്ടിച്ചമച്ച വിവരങ്ങൾ തരുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു സുരക്ഷാവല. അതായത് നമ്മൾ ചോദിച്ചൊരു വിവരം അതിന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഊഹിച്ചൊരു ഉത്തരം തരുന്നതിന് പകരം, ക്ഷമിക്കണം, എനിക്ക് ആ വിവരം കണ്ടെത്താനായില്ല എന്ന് പറയാൻ നമ്മൾ അതിനോട് മുൻകൂട്ടി പറയണം. ഇതാണ് ഫോൾ ബാക്ക്. അപ്പോ ഇതുപോലുള്ള നിയന്ത്രണങ്ങളും ഫോൾബാക്കുകളും ഒക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ AIക്ക് ഊഹിക്കാനുള്ള പഴുതുകൾ അടയ്ക്കുകയാണ്. ഇത് തെറ്റായ ഉത്തരങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മുടെ നിർദ്ദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള പക്ഷപാതം, അതായത് ബയാസ്, കുറയ്ക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ശരി, അപ്പൊ രോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഉപകരണം കയ്യിലെടുക്കാം, അല്ലേ? അതാണ് റെഡ് പെൻ മെത്തേഡ്. നമ്മുടെ പ്രോംപ്റ്റുകളിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനും അത് തിരുത്താനും സഹായിക്കുന്ന വളരെ സിമ്പിളായൊരു വഴിയാണിത്. ക്ലൗഡ് സ്ക്വിഡ് ഗൈഡിൽ നിന്നുള്ള ഈ പ്രോംപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഒറ്റനോട്ടത്തിൽ വളരെ സിമ്പിളാണെന്ന് തോന്നും, അല്ലേ? പക്ഷേ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. ഒന്നാമത്തേത്, എന്ത്? അതായത് എല്ലാ വിശദാംശങ്ങളും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിശദാംശങ്ങളാണ് വേണ്ടത്? പേരാണോ? വിലയാണോ? കോഡാണോ? അതവിടെ ക്ലിയറല്ല. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ? കിട്ടുന്ന വിവരങ്ങൾ ഏത് ഫോർമാറ്റിൽ വേണം? ഒരു ലിസ്റ്റായിട്ടാണോ? ടേബിളായിട്ടാണോ? അതും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത്, നിയന്ത്രണങ്ങൾ. ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു റൂളില്ല.
നാലാമത്തേത് ഫോൾബാക്കുകൾ. ഈ വിവരങ്ങൾ അവിടെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. കണ്ടോ, ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും ആ പ്രോംപ്റ്റിന്റെ എല്ലാ കുറവുകളും പുറത്തുവരും. ഇപ്പോ ഈ സ്ക്രീനിലേക്ക് നോക്കൂ. വ്യത്യാസം വളരെ വ്യക്തമല്ലേ? ഇടതുവശത്ത് ആകെ ആശയക്കുഴപ്പമുണ്ടാകുന്ന, ഊഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പഴയ പ്രോംപ്റ്റ്. എന്നാൽ നമ്മുടെ റെഡ് പെൻ മെത്തഡ് ഉപയോഗിച്ച് ആ 4 ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ മാറ്റി എഴുതിയപ്പോൾ വലതുവശത്തുള്ളതുപോലെ വളരെ കൃത്യവും വ്യക്തവുമായൊരു നിർദ്ദേശമായി അത് മാറി. ഇതാണ് നമ്മൾ പറയുന്നത് എഞ്ചിനീയറിംഗ് എന്ന്. അപ്പോ ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ശരിയായ ഉത്തരത്തിലേക്കെത്താനുള്ള ഒരു വഴി ഡിസൈൻ ചെയ്യുകയാണ്, നിർമ്മിക്കുകയാണ്. നിങ്ങൾ ഒരു സാധാരണ യൂസറിൽ നിന്ന് ഒരു എഞ്ചിനീയറായി മാറുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു മോശം ഔട്ട്പുട്ട് കിട്ടിയാൽ അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് പറയാൻ പറ്റും. ആ രോഗലക്ഷണം കണ്ടാൽ അതിന്റെ മൂലകാരണം പ്രോംപ്റ്റിലെ ഏത് അവ്യക്തതയാണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നേടിയെടുത്ത ഈ പുതിയ സൂപ്പർ പവറിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഓടിച്ചു നോക്കാം. ഒരു നല്ല പ്രോംപ്റ്റിന് 3 അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഓർത്തുവയ്ക്കാൻ വളരെ എളുപ്പമാണ്. 1. എന്ത് വേണം, എങ്ങനെ വേണമെന്ന് വളരെ വ്യക്തമായി പറയുക. 2. വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കുക. അതാണ് ഫോൾബാക്കുകൾ. 3. ഉണ്ടാക്കിയ പ്രോംപ്റ്റുകൾ വെറുതെ വിടരുത്. പലതരം ഉദാഹരണങ്ങൾ വെച്ച് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറുടെ പുതിയ മൈൻഡ് സെറ്റ്. ഓർക്കുക, ഒരു മികച്ച ഔട്ട്പുട്ട് ഭാഗ്യം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് എഞ്ചിനീയർ ചെയ്ത് എടുക്കുന്നതാണ്. നാളെ 5-ാം ദിവസം നമ്മൾ ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ചെയ്യാൻ പോവാണ്. കാണാം.